പക്ഷെ ഏത് രാജാക്കന്മാരെ അള്ളാഹുത്താല അയച്ചാലും അള്ളാഹുവിനൊരു പതിവുണ്ട്, കൂടെ ഒരു നബിയെയും അള്ളാഹുത്താല അയക്കും. ബനി ഇസ്രായേൽ ഒരു രാജാവ് ഉണ്ടാകും, ഇപ്പുറത്തെ ഒരു നബി ഉണ്ടാകും. ഈ നബിയുടെ നിർദ്ദേശം അനുസരിച്ച് രാജാവ് അങ്ങനെ ഭരിക്കും. അങ്ങനെയാണ് ഈ നബി പറഞ്ഞു കൊടുക്കുന്ന നിയമങ്ങൾ ആ രാജാവിനും അനുയായികൾക്കൊക്കെ ബാധകമാണ്. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലാഹു തആല ആ രാജാവിന്റെ കാലത്ത് നിയോഗിച്ച നബിയാണ് ബഹുമാനപ്പെട്ട ശഅയ്യാ അലൈഹിസ്സലാം. ശഅയ്യാ ഇബ്നു അംളയ, ശഅയ്യാ നബി നമ്മൾക്ക് പലർക്കും പരിചയം ഉണ്ടാകും. ഈ സ്വലാത്തിന്റെ ഇടയിൽ, വെള്ളിയാഴ്ചന്റെ സ്വലാത്തിന്റെ ഇടയിലൊക്കെ കാണാം, അബിൽ അസ്മാഇല്ലത്തി ദഅക ബിഹാ ശഅയ്യാ അലൈഹിസ്സലാം, ശഅയ്യാ നബി, ആ ഇടയിലെ പേര് കാണാം. അങ്ങനെയുള്ള നബിമാരില് വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ് ശഅയ്യാ അലൈഹിസ്സലാം. സക്കരിയ നബിയും യഹ്യാ നബിയും ഒക്കെ വരുന്നതിന്റെ മുമ്പാണ് ഈ ശഅയ്യാ അലൈഹിസ്സലാം വന്നത്. ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ ശഅയ്യാ നബി നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ട്, ഹുക്മുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോ വീണ്ടും അവർക്കിടയിൽ കുറ്റകൃത്യങ്ങളും ദോഷങ്ങളൊക്കെ പെരുകിയപ്പോ അല്ലാഹു തആല അവർക്ക് ദോഷങ്ങളിൽ മുഴുകിയിട്ട്, കുഴപ്പങ്ങളിൽ മുഴുകിയിട്ട് ജീവിക്കുമ്പോ അവർക്കെതിരെ ബാബിലോണിൽ നിന്ന് ഒരു രാജാവിനെ അല്ലാഹു തആല അയക്കുകയാണ്. ആ രാജാവിന്റെ കൂടെ 6 ലക്ഷം ആളുകളുണ്ട്. സൻഹാരീബ് എന്ന് പേരുള്ള രാജാവ്. ആ രാജാവും 6 ലക്ഷം ആളുകളും വന്ന് ബൈത്തുൽ മഖ്ദിസിന്റെ പരിസരത്തിറങ്ങി. അന്ന് ബൈത്തുൽ മഖ്ദിസിന്റെ പരിസരമൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാവ് നമ്മൾ നേരത്തെ പറഞ്ഞ സിദ്ദീഖയാണ്. ആ രാജാവിന് കാലിൽ ഒരു മുറിവ് പറ്റിയിട്ട് നല്ല വേദനയുള്ള രോഗം വന്നിട്ടുണ്ട്. അപ്പൊ ശഅയ്യാ നബി വന്നിട്ട് രാജാവിനോട് പറഞ്ഞു, ഓ സിദ്ദീഖ എന്ന രാജാവേ, ബനൂ ഇസ്രായേലിന്റെ രാജാവാണ്, സൻഹാരീബും സൈന്യവും ഇവിടെ പരിസരത്ത് ഇറങ്ങാൻ പോകുന്നുണ്ട്, എന്താ ചെയ്യാ? ബാബിലോണിൽ നിന്ന്, ബാബിലോൺ ഇറാഖിലെ ബാബിലോണിൽ നിന്ന് അവർ ഇങ്ങോട്ട് വരികയാണ്. എന്താ സൻഹാരീബിന്റെയും കൂട്ടരുടെ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ ബനൂ ഇസ്രായേൽക്കാരെ ഒന്ന് പേടിപ്പിച്ച് ഒന്ന് നിർത്തുക. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോ ഇങ്ങോട്ട് ഇങ്ങനെ ആവശ്യത്തിന് ഇവരിങ്ങനെ കൊടുക്കണം. അതിന് ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി വന്നാണ്. എന്നിട്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ചില പൊട്ടിക്കലൊക്കെ പൊട്ടിക്കുന്നു. അതേ മോഡൽ ഞങ്ങളെടുത്തുണ്ട് എന്നൊക്കെ അറിയിക്കാൻ വേണ്ടി ചിലപ്പോഴൊക്കെ ചില അപ്പുറത്തും ഇപ്പുറത്തും 1-2 ഒച്ചപ്പാടുകളൊക്കെ ഉണ്ടാക്കും. അപ്പൊ അത്യാവശ്യ ആയുധങ്ങൾ ഞങ്ങളെടുത്തുണ്ട് മറ്റുള്ളവർക്ക് തിരിഞ്ഞോട്ടേ നിർത്തിയിട്ട് ഇതേപോലെ ഈ സൈന്യങ്ങളെയും കൂട്ടി പോകുന്ന ബനൂ ഇസ്രായേൽക്കാരൊന്ന് പേടിപ്പിച്ച് നിർത്തണം. എന്നിട്ട് രാജാവ് എന്തെങ്കിലുമൊക്കെ പറയുമ്പോ അവരിങ്ങോട്ട് കൊടുക്കണം. സമ്പൽ സമൃദ്ധിയൊക്കെ ഉള്ളവരാണ് ബനൂ ഇസ്രായേൽക്കാർ. അപ്പൊ അതിനു വേണ്ടി ബാബിലോണിലെ സൻഹാരീബും കൂട്ടരും ബൈത്തുൽ മഖ്ദിസിനെ ആക്രമിക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്ന് വാർത്ത കേട്ടപ്പോ ബനൂ ഇസ്രായേലിലെ രാജാവായ സിദ്ദീഖയോട് വന്നിട്ട് ശഅയ്യാ നബി അലൈഹിസ്സലാം പറഞ്ഞു, നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ രാജാവ് ചോദിച്ചു, അള്ളാന്റെ വല്ല വഹിയും വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം. നബി പോയിട്ട് പറഞ്ഞു, ശഅയ്യാ നബി, ഒരു വഹിയും ഇതുവരെ വന്നിട്ടില്ല, വഹി വന്നാൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. അങ്ങനെ ഈ ഒരു പേടിയിൽ ജനങ്ങൾ അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോ ശഅയ്യാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു വഹി കൊടുത്തു, ഇന്ന് ബനൂ ഇസ്രായേലിലെ രാജാവിനോട് നിങ്ങൾ പോയിട്ട് പറയണം, വസിയ്യത്തൊക്കെ എഴുതി വെക്കാൻ വേണ്ടി പറയണം, അധികാരത്തിൽ വേറൊരാളെ പകരമാക്കാൻ വേണ്ടി പറയണം, കുറച്ചു കഴിഞ്ഞാൽ മരണം വരാൻ പോവുകയാണ്. ഒരു മുന്നറിയിപ്പ് അങ്ങനെ കിട്ടിയാൽ നല്ല സുഖാണല്ലോ. മരണത്തിന്റെ മുന്നിൽ ഒരു മുന്നറിയിപ്പ് കിട്ടിയാൽ നല്ല സുഖമാണ്. ഒരാൾ വന്നിട്ട് പിന്നെ ഒരു മലക്ക് വന്നിട്ട് നിങ്ങൾ അടുത്ത കൊല്ലം മരിച്ചെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് എത്ര സുഖമുണ്ട്. ഞങ്ങൾക്ക് ഹക്കടപാടുകൾ കൂട്ടാം, എന്തെങ്കിലുമൊക്കെ നിർബന്ധങ്ങളും കാര്യങ്ങളൊക്കെ താല്പര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിന്റെ മാർഗങ്ങളൊക്കെ അന്വേഷിക്കാം. ഇനി ഒന്നുമില്ല, ഒരാഴ്ച മുമ്പ് എന്ന് പറഞ്ഞാലൊന്ന് എഴുതി വെക്കാറ്. പക്ഷെ ഇപ്പോഴൊന്നും അങ്ങനെ വിവരങ്ങളില്ലല്ലോ. ഒരു തിരിച്ചറിവും കാര്യങ്ങളും ഉള്ളറിവൊക്കെ അല്ലാഹു തആല എപ്പോഴും നൽകുന്നുണ്ട്. അതുണ്ട്, അത് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല നൽകും. കുറെ മഹാന്മാരുടെ ചിത്രങ്ങൾ അങ്ങനെ കാണാൻ കഴിയും. അവരത് പറഞ്ഞതും അങ്ങനെ ഉണ്ടായതും കാണാം. അത് അല്ലാഹു തആല അവരെ ഈമാൻ കൊണ്ടും യഖീന് കൊണ്ടും അവരുടെ ക്ഷമ കൊണ്ടും ഇബാദത്ത് കൊണ്ടൊക്കെ അവർക്ക് നൽകുന്ന ഒരു ഉള്ളറിവാണ്. അതിപ്പോഴും ഉണ്ട്, പലർക്കും അങ്ങനെ സംഭവിക്കും.
ഇരിക്കട്ടെ, ഇങ്ങനെ പോയി പറഞ്ഞപ്പോ രാജാവ് എന്താ ചെയ്തത്? അതല്ലേ നമ്മൾ കേൾക്കേണ്ടത്. നിങ്ങളൊരാളെ നിർദ്ദേശിക്കണം, നിങ്ങൾ മരിക്കാൻ പോവുകയാണ്, വസിയത്തൊക്കെ എഴുതി വെക്കണം എന്നാണ് ഷായാ നബി അലൈഹി സ്വലാം എന്ന് പറഞ്ഞത്. അപ്പൊ അതാ അള്ളാന്റെ അടുത്ത് വന്ന വഹി. രാജാവ് സിദ്ദീഖ നേരെ ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നിസ്കാരം തുടങ്ങി. മരിക്കാൻ വേണ്ടി പോവാന്നാണ്, ബേജാറായിട്ട് കാര്യമില്ല, അള്ളാഹുവിലേക്കല്ലേ പോണത്. ഇനി അള്ളാഹുവിലേക്കുള്ള പോക്ക് എപ്പോഴും വരാലോ, മരിക്കുന്നല്ലേ കേട്ടത്. അപ്പൊ ഇനി അള്ളാഹുവിലേക്കുള്ള വിനയവുമായിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടെ, ഇഖ്ലാസുള്ള ഖൽബുമായി റബ്ബിനോട് വിനയത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറെ നിസ്കരിക്കുന്നു. ബനൂ ഇസ്രായേലിൽ നിസ്കാരമുണ്ട് 2 വക്ത്. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞില്ലേ, 2 വക്ത് കൊണ്ട് എല്ലാ സൗകര്യവും അല്ലാഹു തആല കൊടുത്തൊരു കൂട്ടരെ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്, അതെന്നെ തേച്ചവർ നിസ്കരിക്കുന്നില്ല നബിയെ. എന്നിട്ടാണ് എന്റെ കൗമിന്റെ അത്ര ആരോഗ്യം ആയുസ്സില്ലാത്ത പാവങ്ങളായ നിങ്ങളെ കൗമിന് 50 വക്തായിട്ട് പോണത്. നടക്കൂലത്. ഞാൻ 2 വക്തായിട്ട് ചെന്ന ആളുകൾക്ക് എല്ലാ സൗകര്യവും സംവിധാനവും ഹൈറ്റും വെയിറ്റും ആയുസ്സും അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. കുറച്ചൊന്നല്ല, ഓരോരുത്തർ ആയുസ്സും പറഞ്ഞു കേട്ടാൽ തന്നെ നമ്മൾ 5 10 ഉപ്പാപ്പന്മാരെ ഒരുമിച്ച് കൂട്ടേണ്ടി വരും. അത്രയും ആയുസ്സുകളാണ്. ആരോഗ്യം നോക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ. ഈ രാജാവ് നേരെ ഖിബ്ലയിലേക്ക് നിന്ന് നിസ്കരിച്ചു ദുആർക്കാൻ തുടങ്ങി. അള്ളാഹു രാജാവിന്റെ ദുആ സ്വീകരിക്കുന്നു. ഷായാ നബിയിലേക്ക് അള്ളാഹു വഹി അറിയിക്കുന്നു, നിങ്ങൾ പോയി രാജാവിനോട്, സിദ്ദീഖ എന്ന രാജാവിനോട് പറയണം, റബ്ബ് ദുആക്ക് ഉത്തരം നൽകിയിട്ടുണ്ട്. രാജാവിന്റെ അവധി 15 കൊല്ലം കൂടി അള്ളാഹു നീട്ടിക്കൊടുത്തിട്ടുണ്ട്. അത് നല്ല ഇഖ്ലാസുള്ള പ്രവർത്തനത്തിന് അള്ളാഹു തആല കൊടുത്ത ഒരു സന്തോഷം. ദീർഘായുസ് കിട്ടാൻ ആർക്കെങ്കിലും പൂതിയുണ്ടെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ദീർഘായുസ് കിട്ടണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ, ആർക്കത് ആഗ്രഹമില്ലാതിരിക്കുക? മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയുൻസഅ ലഹു ഫീ അഥരിഹി ഫല്യസിൽ റഹ്മ. ഒറ്റ കാര്യം ചെയ്താൽ മതി, ഭക്ഷണ വിശാലതയും ദാരിദ്ര്യമില്ലാത്ത നല്ല ജീവിതം. എപ്പോഴും കൊശിയൊന്നും ഉണ്ടാകൂല, എന്നാലും റാഹത്തിൽ. പിന്നെ നീണ്ട കാലം ഇബാദത്ത് ചെയ്ത് ദീനീ ഖിദ്മത്തൊക്കെ ചെയ്ത് പോകാനും ആഗ്രഹമുണ്ടെങ്കിൽ കുടുംബ ബന്ധം പുലർത്തട്ടെ. ഫല്യസിൽ റഹ്മ. ചെറിയ കാര്യമല്ല, വലിയ വിഷയം. വിള്ളല് വരും, ചേർത്തി കൊണ്ടുപോകണം. അനൈക്യങ്ങൾ വരും എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിന്റെ പേര്. പക്ഷെ അതങ്ങനെ വിള്ളലാക്കി നിർത്താതെ യോജിപ്പിച്ചു കൊണ്ടുപോകണം. അറ്റുകിടക്കുന്ന ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അത് വിളക്കി ചേർക്കണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടുംബക്കാരെ കാണാത്ത പെരുന്നാള് ഒരൊറ്റൊന്നില്ല. വിശേഷ ദിവസങ്ങളിൽ എത്ര വലിയ തിരക്കും കാര്യങ്ങളുണ്ട്. വിശേഷ ദിവസങ്ങളിലൊക്കെ കുടുംബക്കാർ, അടുത്ത കുടുംബക്കാരെ മാത്രമല്ല, അകന്ന കുടുംബക്കാര്. ഹദീസിൽ കാണാമല്ലോ നമുക്ക്, ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വകയിലെ ഒരു അമ്മായിയ. ആ റൂട്ടിലൂടെ ഇങ്ങനെ തങ്ങൾ പോവുകയാണെങ്കിൽ വാഹനം ഒന്ന് നിർത്തിയിട്ട് ഒന്ന് ആ വീട്ടിൽ കയറും. ചിലപ്പോ അവിടെ നിന്ന് ഉറങ്ങും, വിശ്രമിക്കും. ഒന്ന് കയറി ഉറങ്ങാന്ന് പറഞ്ഞാൽ അതൊരു ബന്ധത്തിന്റെ പേരില്ല. ഇത് എന്തെല്ലാം വിഷയങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. ചിലപ്പോ അവിടെ ഒന്ന് കയറി ഭക്ഷണം കഴിച്ചു പോകും, ചിലപ്പോ ഒന്ന് കയറി വെള്ളം കുടിച്ചു പോകും. ആ ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ ഓരോ വരവിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുതലാക്കിയിട്ടുണ്ട്. ഞാനതിപ്പോ വിശദീകരിക്കില്ല. അപ്പൊ വകുപ്പിലുള്ള മുലകുടി ബന്ധത്തിൽ ഉള്ള സഹോദരിമാരെ പോലും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പരിഗണിച്ചിരുന്നു, ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ ബന്ധങ്ങളുള്ള കെട്ടുറപ്പാട് ഒരു മനുഷ്യന്റെ ദീർഘായുസിന് ഏറ്റവും വലിയ സബബ്. ഇവിടെ നിങ്ങൾ നോക്കി, സിദ്ദീഖ എന്ന് പറയുന്ന രാജാവിന് അല്ലാഹു 15 കൊല്ലം കൂടി ഉണ്ട് ഇനി ബാക്കിയെന്ന് നബിയായ ഷഅയാ നബി അലൈഹി സ്വലാമിനോട് വഹി നൽകാൻ കാരണം ആ രാജാവിന്റെ സ്വലാഹിയത്താണ്. പിന്നെ നല്ല രാജാവാകുമ്പോ ആളുകളും ദ്വാരക്കുമല്ലോ, പഠിച്ചോനെ പെട്ടെന്ന് പിടിക്കല്ലേ, അങ്ങനെ ഉണ്ടാവുമല്ലോ. ഒരു നല്ല സേവനം ചെയ്യുന്ന രാജാവാകുമ്പോ ജനങ്ങളൊക്കെ കൽബിൽ താല്പര്യം ഉണ്ടാവും. ഈ രാജാവ് പെട്ടെന്ന് പിരിഞ്ഞുപോകാൻ പാടില്ല. ജനസേവകനും നീതിമാനും വ്യക്തിത്വത്തിലുള്ള വിശുദ്ധിയും കാത്തു സൂക്ഷിക്കുന്ന ആളാണെങ്കിൽ ആളുകളൊക്കെ അങ്ങനെ ദ്വാരക്കും.
സിദ്ദീഖ എന്ന് പറയുന്ന രാജാവ് ഈ സന്തോഷം കേട്ട് അല്ലാഹു തആല ഈ വിഷയത്തിന് മാത്രമല്ല രാജാവ് വരുന്നത്. പടച്ചോനെ, സൻഹാരിബ് എന്ന് പറയുന്ന ബാബിലുള്ള രാജാവ് ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ രാജാവിന്റെ അക്രമത്തിൽ നിന്ന് എന്നെയും എന്റെ സമൂഹത്തെയും നീ രക്ഷപ്പെടുത്തണം. ഇതൊക്കെ നിരന്തരം ദ്വാരുന്നിട്ടുണ്ട്. അപ്പൊ അവധി ഒരു 15 കൊല്ലം കൂടി ഉണ്ടെന്നും ശത്രുവിൽ നിന്ന് അല്ലാഹു തആല രക്ഷ നൽകുമെന്നും വിവരം അറിയിച്ചപ്പോ ഷായാ നബി അലൈഹി സ്വലാം പോയി പറഞ്ഞപ്പോ ടെൻഷനൊക്കെ മാറി. വിവരം കേട്ട ഉടനെ തന്നെ വഖറ സാജിദൻ ശാക്കിറൻ ലില്ലാഹ്, ഒരു ശുക്രിന്റെ സുജൂദ് അങ്ങ് ചെയ്തു. അല്ലാഹുവിന് വിനയത്തോടെ ദുആ സ്വീകരിച്ചതിനുള്ള സന്തോഷം. ശുക്രിന്റെ സുജൂദ് ചെയ്തു. തല ഉയർത്തിയപ്പോൾ ഷായാ നബി അലൈഹിസ്സലാമിലേക്ക് ഒരു വഹയും കൂടി അല്ലാഹു തആല അറിയിച്ചു. നിങ്ങൾ രാജാവിനോട് പോയിട്ട് പറയണം, കാലിൽ മുറിവ് വന്നിട്ട് വേദന ഉണ്ടല്ലോ, അതിനൊരു ചികിത്സ പറഞ്ഞു തരാണ്. ആരാ പറഞ്ഞു കൊടുക്കുന്നത്? അല്ലാഹു തആല. എന്താണ്? അത്തിപ്പഴത്തിന്റെ നീര് കാലിൽ വേദനയുള്ളിടത്ത് മുറിവുള്ളിടത്ത് പുരട്ടാൻ വേണ്ടി പറഞ്ഞു കൊടുത്തു. അത് വലിയ ഔഷധമാണ്. ഒരുപാട് വിഷയങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ നമ്മോട് നിർദ്ദേശിക്കുന്ന ഒറ്റമൂലികളിൽപ്പെട്ടതാണ് അത്തിപ്പഴം. വത്തീനി വസ്സൈത്തൂൻ, ഒരു സൂറത്ത് തന്നെ തുടങ്ങുന്നത് അങ്ങനെയാണ്. അത്തിമരവും അത്തിപ്പഴവും ജീവിതത്തിലെ ഒരുപാട് വിഷയങ്ങൾക്കുള്ള ഔഷധമാണ്. എണ്ണി പറഞ്ഞതാണ്. പല ആളുകളിലും കാണുന്ന രോഗമാണ് ബാസൂർ. അതിന് വലിയ ഔഷധമാണ് അത്തിപ്പഴം. പക്ഷെ ആളുകൾക്ക് അതിന് മോഡൽ കാണുമ്പോൾ അതൊരു സുഖമില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് അത് വേണ്ടെന്ന് പറയും. അതിന്റെ രൂപഭാവം കാണുമ്പോൾ എന്താ ഇങ്ങനെ ചുക്കി ചുളുങ്ങിയിട്ട് ഇത് വേണ്ടെന്ന് പറയും. പക്ഷെ നല്ല ഔഷധവീര്യമുള്ളതാണ്. പച്ചയായിട്ട് ഭക്ഷിക്കുകയാണെങ്കിലും അത് പാകമായിട്ട് ഭക്ഷിക്കുകയാണെങ്കിലൊക്കെ ഔഷധമുള്ളതാണ്. അതിന്റെ നീര് കാലിൽ ഒന്ന് പുരട്ടാൻ വേണ്ടി പറഞ്ഞു. ഉടനെ തന്നെ രോഗം മാറി. അങ്ങനെ ആ രാജാവ്, സിദ്ദീഖ എന്ന് പറഞ്ഞ രാജാവ് ഷായാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോടൊന്ന് ചോദിക്കണം, എന്തെങ്കിലൊക്കെ ഒരു വിവരം നമുക്ക് തരാൻ, നമ്മുടെ ശത്രുവിനെ അല്ലാഹു തആല എന്താണ് ചെയ്തത് എന്നൊരു വിവരം തരാൻ വേണ്ടി നിങ്ങളൊന്ന് ചോദിക്കണം. നബിയോട് വന്നിട്ട് രാജാവ് പറഞ്ഞു. അല്ലാഹു തആല ഷായാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, പേടിക്കേണ്ടതില്ല, നാളെ രാവിലെയാകുമ്പോ നിങ്ങൾക്ക് വാർത്ത കേൾക്കാം, എല്ലാവരും ചത്തൊടുങ്ങിയിട്ടുണ്ട്. സൻഹാരിബ് എന്ന് പറയുന്ന രാജാവിന്റെ കൂടെ വന്നത് 6 ലക്ഷം ആളുകളാണ്, കുറച്ചൊന്നുമല്ല. പിറ്റേന്ന് പോയി നോക്കുമ്പോ കിട്ടുന്ന വിവരം അങ്ങനെയാണ്. ബൈത്തുൽ മഖ്ദിസിന്റെ പരിസരത്ത് തമ്പടിച്ചിരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ചിന്നിച്ചിതറി മരണപ്പെട്ടു പോയിട്ടുണ്ട്. സൻഹാരീബും ഒരു 5 ആളുകളും മാത്രം ബാക്കിയുണ്ട് എന്ന വിവരം കിട്ടിയപ്പോ രാജാവ് പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ അവരൊന്ന് പിടിച്ചോണ്ടിരണം. സൻഹാരിബിനെയും രാജാവും ബാക്കിയുണ്ട്, ഒരു 5 ആളുകളും ബാക്കിയുണ്ട്. അവരെ തെരയാൻ വേണ്ടി ആളുകളെ വിട്ടു. അങ്ങനെ അവരെ തെരയാൻ വേണ്ടി പോയി. അങ്ങനെ രാജാവ് പുറപ്പെട്ടപ്പോ മരിച്ചവരെ കൂട്ടത്തിലൊക്കെ തെരഞ്ഞു നോക്കി, അവിടെയൊന്നും കാണാത്തത് കൊണ്ട് പിന്നെയും പിന്നെയും തെരഞ്ഞപ്പോ 5 ആളുകളെയും സൻഹാരിബിനെയും കിട്ടി. ആ 5 ആളുകളിൽ ഒരാളാണ് ബുഖ്ത് നസ്ർ എന്ന് പറയുന്ന ഒരാൾ. ഇവരൊക്കെ നല്ല ചെങ്ങലയിൽ ബന്ധിപ്പിച്ച് രാജാവിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. രാജാവ് ചോദിച്ചു, ഞങ്ങളെ റബ്ബ് നിങ്ങൾ എന്താ ചെയ്തത് നിങ്ങൾക്കറിയോ? നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ ഞങ്ങൾ സൈന്യത്തെ ഒന്നും ഒരുക്കി നിർത്തിയിട്ടില്ല, നിങ്ങളാണെങ്കിലോ ഞങ്ങളോട് മുന്നറിയിപ്പ് തരാതെയുമാണ് വന്നത്. സൻഹാരിബ് പറഞ്ഞു, നിങ്ങളെ റബ്ബ് നിങ്ങളെ സഹായിക്കും എന്ന വിവരം ഞാൻ എന്റെ നാട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന്റെ മുമ്പ് എന്റെ നാട്ടുകാരനോട് പറഞ്ഞിരുന്നു. പക്ഷെ ഞാനത് കേൾക്കാതെയാണ് ഇങ്ങോട്ട് പോകുന്നത്. എന്റെ ബുദ്ധിക്കുറവ് മൂലം ഈ പരാജയത്തിൽ ഞാൻ വന്നു വീണു. രാജാവ് സൻഹാരിബിനോട് പറഞ്ഞു, റബ്ബ് നിന്നെ ബാക്കി വെച്ചത് നിന്നോടെന്തോ ബഹുമാനം ഉണ്ടായിട്ടാണെന്ന് നീ കരുതണ്ട. നിന്നെയും നിന്റെ കൂടെയുള്ളവരെയും ബാക്കി വെച്ചത് ദുനിയാവിൽ വലിയ പരാജയവും ആഖിറത്തിൽ വലിയ ശിക്ഷയും ഏറ്റുവാങ്ങാൻ വേണ്ടിയാണ്.
അതിനു പുറമെ നിങ്ങളെ നാട്ടിൽ പോയിട്ട് നിങ്ങൾ കാണുന്ന ആളുകളോടൊക്കെ നിങ്ങളെ അല്ലാഹുത്താല ബാക്കി വെച്ചത് നിങ്ങളെ കൂടെയുള്ളവരെ വിവരം കൂടി പോയി പറഞ്ഞു കൊടുക്കാനാണ്. ഞങ്ങൾ ഏതായാലും ബാബിലോണിലേക്ക് പോകുന്നില്ല, നിങ്ങളെയും ഒരു 5 ആളെയും ബാക്കി വെച്ചത് ഈ ലക്ഷക്കണക്കിന് ആളുകൾ എന്തായി നാട്ടുകാർ ചോദിക്കും. അപ്പൊ സംഭവങ്ങളൊക്കെ നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. അതിനാണ് അല്ലാഹുത്താല നിങ്ങളെ ബാക്കി വെച്ചത്. രാജാവ് അവരെ ശിക്ഷിച്ചെങ്കിലും സൻഹാരിബ് പറഞ്ഞു, ശിക്ഷാമുറകൾ ഇങ്ങനെ തുടർന്നപ്പോ സൻഹാരിബ് പറഞ്ഞു, അൽ ഖത്ലു ഖൈറും മിമ്മാ തഫൽ, നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഒറ്റടിക്ക് ഞങ്ങളെ കൊല്ലലാ നല്ലത്. ഞാനതൊന്നും സഹിക്കാൻ കഴിയുന്നില്ല. അവരെ തടവിലിട്ടാലും ഒരു ചെറിയ 2 റൊട്ടി കൊടുക്കും. കാരണം ഇവര് ബൈത്തുൽ മഖ്ദിസിലെ ആൾക്കാരെയും പരിസരത്തുള്ള ആൾക്കാരെയൊക്കെ തുരത്താനും ആക്രമിക്കാനും വന്നതല്ലേ. ഭക്ഷണമൊന്നും കൊടുക്കാതെയല്ല, ചുരുങ്ങിയ ഭക്ഷണം കൊടുക്കും, അവർക്കത് മതിയാകൂല. ഇതിനേക്കാളും നല്ലത് ഞങ്ങളെ കൊന്നുകളയലാണെന്ന് പറഞ്ഞപ്പോ ഷായാ നബിയോട് അല്ലാഹു തആല വഹി അറിയിച്ചിട്ട് പറഞ്ഞു, സൻഹാരിബിനെയും കൂടെയുള്ളവരെയും കെട്ടയിച്ചു വിടാൻ വേണ്ടി പറഞ്ഞു. രാജാവിനോട് പറയണവർ പോയിക്കോട്ടെ. അങ്ങനെ അവർ പോയി, അവർ പുറപ്പെട്ടു. ബാബിലോണിലെത്തിയപ്പോ നാട്ടുകാരോട് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോ ജനത പറഞ്ഞു, ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞില്ലേ പോകണ്ട. ബൈത്തുൽ മഖ്ദിസിന്റെ പരിസരത്തുള്ള ആളുകൾ അല്ലാഹു തആല അവരെ റബ്ബ് അവരെ സഹായിക്കും, നിങ്ങളോട് പോകണ്ടെന്ന് പറഞ്ഞില്ലേ. സൻഹാരിബ് എന്ന് പറയുന്ന രാജാവ് മുസ്ലിമല്ല. ഈ സിദ്ദീഖ എന്ന് പറയുന്ന രാജാവിനെ പോലെ ആത്മാർത്ഥതയുള്ള, അള്ളാഹുവിൽ ചിന്തയുള്ള, വിശ്വാസമുള്ള ആളല്ല. ആ സൻഹാരിബിനോട് പറഞ്ഞു നിങ്ങളോട് പോകണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാ നിങ്ങൾ പോയത്? അദ്ദേഹം പറഞ്ഞു, ഞാനൊന്ന് പേടിപ്പെടുത്താൻ വേണ്ടി പോയതാ. പക്ഷെ കിട്ടിയത് മുഴുവൻ നമുക്കായിപ്പോയി. കിട്ടിയത് മുഴുവൻ നമുക്കായിപ്പോയി. ഇത് ബനു ഇസ്രായേലിലെ നല്ല കാലായിരുന്നു, നല്ല അവസ്ഥയാണ് ഇപ്പോ ബനു ഇസ്രായേൽ. കാരണം രാജാവിനെ കൊണ്ടും നബിയെ കൊണ്ടും ആ നാട്ടുകാർക്ക് മൊത്തം അല്ലാഹു തആല സഹായം നൽകി, ശത്രുവിൽ നിന്ന് രക്ഷ നൽകി. 7 കൊല്ലം കഴിഞ്ഞപ്പോൾ സൻഹാരിബ് മരണപ്പെട്ടു. പകരം ആ സ്ഥാനത്ത് രാജാവായി വരുന്നത് ബുഖ്ത് നസ്റാണ്. ആ 5 എണ്ണത്തിൽ ഒരാളാണ് ബുഖ്ത് നസ്ർ. അയാൾ ചില്ലറക്കാരനല്ല, നല്ല ബൂറും ഭാഷയുള്ള ആളാ. അങ്ങനെ ഈ രാജാവ്, മുൻ രാജാവ് ചെയ്ത അതേ നിലപാട്, ബാബിലെ രാജാവ് ചെയ്ത അതേ നിലപാട് ആവർത്തിക്കണമെന്ന ചിന്തയോടുകൂടെ ബുഖ്ത് നസ്ർ അങ്ങനെ ജീവിച്ചു. ബനു ഇസ്രായേൽക്കാരിൽ നിന്ന് അകന്ന് ജീവിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോ നേരത്തെ പറഞ്ഞ അവരെ രാജാവ്, അഥവാ ബനു ഇസ്രായേലിലെ രാജാവായ സിദ്ദീഖ എന്ന് പറയുന്ന രാജാവ് മരണപ്പെട്ടുപോയി. അപ്പൊ രാജാധികാരത്തിന്റെ വിഷയത്തിൽ തർക്കം ഉടലെടുത്തു. ആരില്? ബനി ഇസ്രായേലിലെ തർക്കം ഉടലെടുത്തു. രാജാവിന്റെ സ്ഥാനം പലരും അവകാശവാദമായിട്ട് വന്നു. അവിടെ നബിയുണ്ട്, ഷയാ നബി അലൈഹി സ്വലാം ഉണ്ട്. ഷയാ നബി അലൈഹി സ്വലാം ജനങ്ങളെ വിലക്കി, സ്വീകരിച്ചില്ല. നിങ്ങൾ നോക്ക്, ജനങ്ങൾ സ്ഥാനമാനത്തിന് വേണ്ടി കടിപിടി കൂടുകയാണ്. ഷയാ നബിയോട് അല്ലാഹു തആല വഹി അറിയിച്ചു, നിങ്ങൾ ജനങ്ങളോട് പോയിട്ട് ശരിക്ക് ഞാൻ നിങ്ങളിലൂടെ പറയാനുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി നിങ്ങൾ ജനങ്ങളോട് പറയണം. ജനങ്ങളൊക്കെ വിളിച്ചുകൂട്ടിയിട്ട് മഹാനവറുകൾ പറഞ്ഞു, യാ സമാഉ ഇസ്തമിഇ, ആകാശമേ നീ ശ്രദ്ധിക്കണം. വയാ അർളു അൻസിത്തി, ഭൂമി നീ ശരിക്ക് അടങ്ങി ശ്രവിക്കണം. ബനു ഇസ്രായേലിന്റെ വിഷയത്തിൽ അല്ലാഹു തആല ചില കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. അല്ലാഹുവാണ് അവർക്ക് നിഅമത്ത് കൊടുത്തവരെ വളർത്തിയത്, ബഹുമാനം അല്ലാഹുവാണ് അവർക്ക് നൽകിയത്, മറ്റു ആളുകളെക്കാളും പല മഹത്വങ്ങളും അല്ലാഹുവാണ് അവർക്ക് നൽകിയത്. ഇപ്പോൾ ഈ ബനു ഇസ്രായേൽക്കാര് ഇടയനില്ലാത്ത ആട്ടിൻപറ്റങ്ങളെ പോലെ ആയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരാനുള്ള കാരണം, ബനു ഇസ്രായേലിന് നല്ല വിശ്വാസികളല്ലേ, പക്ഷെ പിന്നെന്തേ നിങ്ങൾ തമ്മിൽ തല്ലുന്നൊരു സ്വഭാവം അത് നിങ്ങളിൽ വരാനുള്ള കാരണം, അത് അല്ലാഹു തആല നിങ്ങളോട് അറിയിക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു തആല അവർക്കൊരു ഉദാഹരണം പറഞ്ഞു കൊടുത്തു. ആ ഉദാഹരണം നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ചു തരാം. എന്താണ് ഉദാഹരണം? അല്ലാഹുവിലേക്ക് പലപ്പോഴും പശുവിനെയും മറ്റുമൊക്കെ ബലിദാനം ചെയ്ത്, ആടിനെയൊക്കെ ബലിദാനം ചെയ്യുന്നു അവര്. അല്ലാഹു തആല എന്നോട് പറയാൻ പറഞ്ഞു, അല്ലാഹു തആലാക്ക് നിങ്ങൾ മാംസം എത്തിക്കാൻ വേണ്ടിയല്ല ബലിദാനം നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞു. അല്ലാഹു തആലാക്ക് അത് ഭക്ഷിക്കാനുമല്ല.
ആ റബ്ബിലേക്ക് നിങ്ങളോട് ദാനം നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞത് ആത്മീയതയുണ്ടാകാനാണ്, തഖ്വയുണ്ടാകാനാണ്. മറ്റു ശരീരങ്ങൾ ആക്രമിക്കരുത് എന്ന് നിങ്ങളോട് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ബനീ ഇസ്രായേൽക്കാരെ നിങ്ങൾ രക്തച്ചൊരിച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിദ്ദീഖ എന്ന് പറയുന്ന രാജാവിന്റെ സ്ഥാനത്ത് നിൽക്കാൻ അർഹതയുള്ള ഏതെങ്കിലും ആളുകളെ കാണുമ്പോഴേക്ക് നിങ്ങൾ അവരെ കൊല്ലാനാ ശ്രമിക്കുന്നത്. പലരുടെയും വസ്ത്രങ്ങൾ രക്തക്കറ പുരണ്ടിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി കുറെ ഭവനങ്ങൾ പള്ളിയാണെന്ന് പറഞ്ഞ് ഉണ്ടാക്കുന്നുണ്ട്. ആ പള്ളിയുടെ ഉൾഭാഗം നല്ല ശുദ്ധിയാണ്, പക്ഷെ ഇവരെ ഖൽബ് അപ്പോഴും മലിനമാണ്. പള്ളിന്റെ ഉള്ളിൽ നിസ്കരിക്കാനൊക്കെ പറ്റും, നിസ്കരിക്കാൻ പോകുന്ന ഇവരെ ഖൽബ് മലിനമാണ്, നജസാണ്. അവര് പള്ളിയൊക്കെ വൃത്തിയാക്കുന്നു, ഭംഗിയാക്കുന്നു, പക്ഷേ അവരെ ബുദ്ധിയും സ്വഭാവവും മോശമാക്കുന്നു. എന്നിട്ട് അള്ളാഹു നിങ്ങളോട് ചോദിക്കാൻ പറഞ്ഞു, പള്ളി കെട്ടിയുണ്ടാക്കിയിട്ട് എന്താ കാര്യം? എനിക്ക് വേണ്ടി പള്ളി ഉണ്ടാക്കുന്നത് എന്തിനാണ്? അള്ളാഹ് പറയാൻ പറഞ്ഞതാണ്, ഞാൻ ആ പള്ളിയിൽ വന്ന് താമസിക്കുന്നില്ല. പള്ളി ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ആത്മീയമായ പുരോഗതി ലഭിക്കാനാണ്. എന്തിനാണ് നിങ്ങൾ പള്ളി ഭംഗിയാക്കുന്നത്? ഞാൻ ആ പള്ളിയിൽ ഒരു നിലക്കും കടന്നു വരുന്നില്ല. ഇന്നമാ ഉമിർതു ബിറഫ്ഇഹാ, പള്ളി ഉയർത്താനും അത് പൊക്കാനും കൽപ്പിക്കപ്പെട്ടത്. അല്ലാഹ് പറയാണ്, എന്നോട് നിങ്ങളോട് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. പള്ളി പൊക്കാൻ വേണ്ടി ഞാൻ കൽപ്പിച്ചത് സദാസമയവും എനിക്ക് തസ്ബീഹും ദിക്റും ഉണ്ടാകാനാണ്. നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ പറയുന്നു, അല്ലാഹു പറയുന്നു, ഞങ്ങൾ നോമ്പ് നോറ്റിട്ടുണ്ട്, പക്ഷേ നമ്മളെ നോമ്പൊന്നും അല്ലാഹുവിലേക്ക് ഉയർത്തിയിട്ടില്ല. നിസ്കരിച്ചിട്ടുണ്ട്, നമ്മളെ നിസ്കാരം ഒരു പ്രകാശവും നമുക്ക് വരുത്തുന്നില്ല. സ്വതക്ക കൊടുത്തിട്ടുണ്ട്, നമ്മളെ സ്വതക്കകളൊന്നും വളരാൻ പോകുന്നില്ല. അതേ ചെറിയ ചെറിയ പക്ഷികളുടെ ശബ്ദം പോലെ, ചെറിയ തേങ്ങിക്കരച്ചിലിന്റെ ശബ്ദം കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ചെന്നായ്ക്കൾ കരയും പോലെ കരച്ചിൽ വന്നിട്ടുണ്ട്, കരഞ്ഞ് നമ്മൾ ദ്വാരുന്നിട്ടുണ്ട്. ഒറ്റ ദ്വായിനും ഉത്തരം കിട്ടുന്നില്ല. അല്ലാഹു തആല പറഞ്ഞു, ചോദിക്കൂ നബിയെ അവരോട്, എന്തേ ദുആഇന്റെ ഉത്തരം ഞാൻ തടഞ്ഞു വെച്ചത്? ചോദിക്കുന്ന ആൾക്കാരെ ചോദ്യം എനിക്ക് കേൾക്കാൻ കഴിയാത്തത് കൊണ്ടാണോ? അല്ലല്ലോ. അതേ, എന്നോട് പലതും എന്നിലേക്ക് നോക്കണം എന്ന് അഭ്യർത്ഥിക്കുന്ന ആളുകളെ കാണാൻ എനിക്ക് കഴിയാത്തത് കൊണ്ടാണോ? അല്ലല്ലോ. ഞാൻ അർഹമുർ റഹീമീനല്ലേ, എല്ലാവർക്കും റഹ്മത്ത് ചെയ്യുന്ന ആളല്ലേ. അല്ലാഹു പറയുന്നു, ഫകൈഫ അർഫഉ സിയാമഹും, അവരെ നോമ്പ് ഞാൻ എങ്ങനെ എന്നിലേക്ക് ഉയർത്തും? വഹും യൽബസൂനഹു ബിഖൗലിസ്സൂർ, നോമ്പ് നോറ്റിട്ടുണ്ട്, പക്ഷേ മോശപ്പെട്ട വർത്തമാനം കൊണ്ട് അവരാ നോമ്പിനെ കുഴച്ചു മറിച്ചിട്ടുണ്ട്. നോമ്പിൽ അവര് വസ്ത്രം കൊടുത്ത് ധരിപ്പിച്ചത് ഏതാ? ഖൗലുസ്സൂർ, ഗീബത്ത്, നമീമത്ത്, ഫിത്ന, ഫസാദ്. ഇത് അന്നത്തെ ആൾക്കാരിലേക്ക് മാത്രമുള്ള കാര്യമല്ല, നമുക്കും ബാധകല്ലേ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, മല്ലം യദ ഖൗലസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തുആമഹു വശറാബഹു. മോശപ്പെട്ട വാക്കും മോശമായ പ്രവർത്തനവും ഒഴിവാക്കാൻ പറ്റാത്ത ആള് എന്തിനാ വെറുതെ പട്ടിണി കിടക്കുന്നത്? അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതിന് അല്ലാഹു തആലാക്ക് ഒരു ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ അല്ലാഹു തആലാക്ക് വല്ലതും കുറവുണ്ട് എന്നല്ല, പിന്നെയോ ഈ പട്ടിണി കിടക്കുന്നത് വെറുതെ ആയി പോകും. അപ്പൊ നിങ്ങളെ നോമ്പ് ഒന്നും എന്നിലേക്ക് ഉയരാതിരിക്കാൻ കാരണം ആ നോമ്പിനെ നിങ്ങൾ പൊതച്ചു വെച്ചിരിക്കുന്നത് ഖൗലുസ്സൂർ കൊണ്ടാണ്, ദുഷിച്ച വാക്കുകൊണ്ടാണ്. അതേ, നോമ്പിന് നല്ല ശക്തി ഉണ്ടാകാൻ വേണ്ടി ഇവര് ഭക്ഷണം കഴിക്കുന്നതോ ബിത്ഉമത്തിൽ ഹറാം, ഹറാമിന്റെ മുതൽ കൊണ്ടാണ്, ഭക്ഷണം കൊണ്ടാണ്. പിന്നെങ്ങനെ നോമ്പ് സ്വീകരിക്കാനാണ്? അവരുടെ നിസ്കാരം കൊണ്ട് എന്തേ അവർക്ക് ഞാൻ നൂറ് നൽകാത്തത്? വഖുലൂബുഹും സാഗിയത്തുൻ ഇലാ മൻ യുഹാരിബുനി വയുഹാദുനി. അല്ലാഹു പറയുന്നു, അവരെ മനസ്സ് എപ്പോഴും, അവരെ മനസ്സിലുള്ള സ്നേഹം എന്റെ ശത്രുക്കളോടാണ്. അവരെ മനസ്സിലുള്ള ഐക്യം എന്നെ എതിർക്കുന്ന ആളുകളോടാണ്. കാരണം അവരെ കൂടെ കൂടിയിട്ട് വല്ലതും കിട്ടുമെന്നാ നോക്കുന്നത്, ദുന്യാവിൽ വല്ലതും. വയന്തഹിക്കു മഹാരിമി, എന്റെ ബഹുമാനങ്ങൾ പിച്ചി ചീന്തിക്കളയുന്ന ആളുകളോടാണ് അവരെ കൽബിൽ സ്നേഹം. എന്താണ് അവർ കൊടുത്ത സ്വതക്കയൊന്നും ഞാനിങ്ങനെ വളർത്താത്തത്?
അത് മറ്റുള്ളവരെ സമ്പത്താണ് അവർ സ്വതക്ക് കൊടുക്കുന്നത്, പിന്നെ എങ്ങനെ വളർത്തുക? വഹും യതസദ്ദഖൂന ബി അംവാലി ഗൈരിഹിം. നേർക്ക് നേരെ അവനാന്റെ കൊടുത്തെങ്കിലല്ലേ മറ്റുള്ളവരുടേത്, അല്ലെങ്കിൽ ആർക്കും അവകാശമില്ലാത്തത്. പലിശ എന്ന് പറഞ്ഞാൽ ആർക്കും അവകാശമില്ലല്ലോ, അതാണ്. അല്ലെങ്കിൽ അപഹരിച്ചതാണ്, അല്ലെങ്കിൽ അങ്ങനെ വല്ലതും കിട്ടിയതാണ്, അതല്ലേ അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂലി എനിക്ക് കൊടുക്കാനുള്ളത് ആർക്കാണ്? ആരിൽ നിന്നാണോ അത് വന്നത് അവർക്കല്ലേ കൂലി കൊടുക്കേണ്ടത്. അവരെ ദുആ ഞാനെങ്ങനെ സ്വീകരിക്കാനാണ്? വഇന്നമാ ഹുവ ഖൗലും ബി അൽസിനതിഹിം. അവരെ ദുആ അവരെ നാവ് കൊണ്ടുള്ള ചില വാക്കുകൾ മാത്രമാണ്. ദുആഇന് നാവ് കൊണ്ടുള്ള വാക്ക് മാത്രം പോരാ. ഹുളൂറുൽ ഖൽബ്, മനസാന്നിധ്യം, അതുപോലെ തന്നെ ഇജാബത്തിന്റെ യഖീന്, ഉറപ്പ്. ഉദുല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ. കിട്ടോ എന്നുള്ള നിലക്കല്ല. കുട്ടികൾ മാമ്പഴ മരത്തിനെറിയും പോലെ പോയാലൊരു കല്ല് കിട്ടിയാലൊരു മാങ്ങ, അങ്ങനെയല്ല. നല്ല ദൃഢനിശ്ചയത്തോടെ ചോദിക്കണം. നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഈ സമയത്ത് ദ്വാരന എന്തൊക്കെ കിട്ടുന്നാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. കിട്ടിയാലോ? ഈ നിസ്കാരത്തിന്റെ ശേഷം ചോദിച്ചാൽ കിട്ടുന്ന് ഒരു വാതിൽ കേട്ടിട്ടുണ്ട്. കിട്ടിയാലോ? അങ്ങനെ നേർക്കണ്ട, അതിൽ കാര്യമൊന്നുമില്ല. എപ്പോൾ ദ്വാരക്കാണെങ്കിലും നല്ല ഉണർവോടെ ദ്വാരക്കണം. കുറേ ദ്വാരന്ന് ഉത്തരം കിട്ടാത്ത ഒരാള് മൂസാ നബി അലൈഹി സ്വലാമിനോട് പരാതി പറഞ്ഞു, ഞാൻ എത്ര ദ്വാരക്കുന്നു, അല്ലാഹു തആല ഇതുവരെ എനിക്ക് ഇജാബത്ത് തന്നിട്ടില്ല. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, പഠിച്ചോനെ അയാളൊരു പാവല്ലേ, എത്രയായി നിന്നോട് ചോദിക്കുന്നു, ഒരു ഉത്തരെങ്കിലും എനിക്ക് കൊടുത്തൂടെ? അല്ലാഹു തആല പറഞ്ഞു, എനിക്കൊരു പിഷ്കുമില്ല, പക്ഷെ നിങ്ങൾ അയാളോടൊന്ന് പറയണം, ഇനിയെങ്കിലും ഒരു ചോദ്യം ചോദിക്കുമ്പോ മനസ്സൊന്ന് ഇങ്ങോട്ട് തിരിക്കാൻ പറയണം. നാവില് ഭാഷ മാത്രം പറയും, മനസ്സൊന്ന് ഇങ്ങോട്ട് തിരിക്കാൻ പറയണം, ഉത്തരം ഞാനും കൊടുത്തോളാം. ഉടനെ തന്നെ അയാൾ മനസ്സ് അള്ളാഹുവിലേക്ക് തിരിച്ചു ദ്വാരുന്നു, ഉടനെ ഉത്തരവും കിട്ടി. അങ്ങനെയാണല്ലോ ചില ദ്വാകളൊക്കെ കുറിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ആ ദ്വായതാ, അത് ശരിക്ക് കൽബറിഞ്ഞിട്ടുള്ള ദ്വായാണ്. അള്ളാഹു നമ്മുടെ ദ്വാകളൊക്കെ ഇജാബത്ത് നൽകട്ടെ. ദ്വാകൾക്ക് അങ്ങനെ വേണം. അപ്പൊ അല്ലാഹു തആല പറയണേ, എങ്ങനെ ഇവരെ ദ്വാക്ക് ഉത്തരം ചെയ്യാനാണ്? അത് നാവുകളെ കൊണ്ടുള്ള ഒരു വർത്തമാനം മാത്രമാണ്. വൽ ഫീലു മിൻ ദാലിക ബഈദ്. അതിനനുസരിച്ചുള്ള പ്രവർത്തനമൊന്നുമില്ല. അതുകൊണ്ട് ഉപദേശം കൊടുക്കുന്നത്, ശഅയാ നബി അലൈഹി സ്വലാം വാള് പറഞ്ഞു കൊടുക്കുന്നത്, ആകാശഭൂമികൾ സൃഷ്ടിച്ച അന്ന് അല്ലാഹു തആല പറയാൻ, ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് നുബുവത്ത് ഞാൻ കൊടുക്കുന്നത് നല്ല ധൈര്യമുള്ള ആളുകളിലാണ്. അധികാരം, രാജാധികാരം ഞാൻ കൊടുക്കുന്നത് ഭരിക്കാൻ കഴിവുള്ള ആൾക്കാരല്ല. ഇവരിപ്പോ അതാണ് തർക്കം, രാജാധികാരം കിട്ടാനാണല്ലോ. സിദ്ദീഖ എന്നുള്ള രാജാവ് മരിച്ചപ്പോഴേക്ക് അവർക്കിടയിൽ സംഘടനകളാണ്. അത് ഭരിക്കാൻ കഴിവുള്ള ആളുകൾക്ക് കൊടുക്കും. നല്ല ആത്മാഭിമാനം കൊടുക്കും ഞാൻ. ആർക്കായിരിക്കും കൊടുക്കുക? പരമസാധുക്കൾക്ക്. അതില്ലത്തിൻ അലൽ മുഅ്മിനീന ഇസ്സത്തിൻ അലൽ കാഫിരീൻ. ഇസ്സത്ത് കൊടുക്കും. ഖുർആൻ പറഞ്ഞില്ലേ, വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. നല്ല ആത്മാഭിമാനം, മന്ദസ്. വൽ ഖുവ്വത്തു ഫിൽ ദുഅഫാ. ദുർബലിൽ നല്ല ഖുവ്വത്ത് കൊടുക്കും. ബദരീങ്ങളെ കണ്ടപ്പോ അബൂജഹൽ പറഞ്ഞില്ലേ, അതൊരൊറ്റ ഊത്തിന് പോകാനേ ഉള്ളൂ. പക്ഷെ അവരെ ഖുവ്വത്ത് അങ്ങോട്ട് കണ്ടപ്പോ പറഞ്ഞു, ഇതേ ഇത് ചെറുതൊന്നല്ല. അവരെ ഖുവ്വത്തിനെ സംബന്ധിച്ചല്ലേ ഇമാം ബുസൂരി തങ്ങൾ പറഞ്ഞത്, ഹുമുൽ ജിബാലു ഫസൽ അൻഹും മുസാദിമഹും മാദാ റആ മിൻഹും ഫീ കുല്ലി മുസ്തദമി. ആ യോദ്ധാക്കളായ മഹാന്മാർ അവർ പർവ്വത സമാനരാണ്. പർവ്വതം പോലെ പതറാതെ നിൽക്കും, നല്ല സ്ഥൈര്യത്തോടെ. എത്ര ആള് വന്നാലും ശരി, ഒരനക്കം ഉണ്ടാകൂല. പ്രായമുള്ള ആളുകളാന്ന് എഴുതിയിട്ട് എന്തെങ്കിലും ഒരു കുറവുണ്ടോ? ഒരു കുറവില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന് അല്ലാഹു തആല കൊടുത്ത ഖുവ്വത്ത് എത്ര വലുതാണ്! ചെറിയ ശക്തിയൊന്നുമല്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബദറിലെത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആദ്യം ചോദിച്ചു, തങ്ങൾക്കൊരു പന്തൽ ഉണ്ടായി കൊടുത്തു. അവിടെ മസ്ജിദുൽ അരീഷ് എന്നൊരു പള്ളി കാണാം ഇപ്പോ, പന്തൽ. അപ്പൊ തങ്ങൾ ചോദിച്ചു, ആരാണ് പന്തലിന് കാവൽ നിൽക്കുക? ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഹംസ റളിയല്ലാഹു അൻഹു, ഒരുപാട് മഹത്തുക്കളില്ലേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഞാൻ നിൽക്കാം. എങ്ങനെ നിൽക്കുന്നത്? എന്തെങ്കിലും ഉപകരണം ഉണ്ടോ? കയ്യിലൊന്നുമില്ല. നേരിടാൻ ആരെങ്കിലും വന്നാൽ നേരിടാൻ ആത്മധൈര്യമുണ്ട്.
അതാണ് ദുർബലിലുള്ള ഖുവ്വത്ത്. കാണുമ്പോ ദുർബലരാണെങ്കിലും അവരുടെ ശക്തി അങ്ങനെയല്ല, അത് വേറൊന്നാണ്. കാണാൻ ചിലപ്പോ ഒന്നും തോന്നൂല, പക്ഷെ ശക്തി അങ്ങനെയാണ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ബദറിൽ ഇങ്ങനെ നിൽക്കുമ്പോ ശത്രുക്കൾ ഒരു ഭാഗത്ത് ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ മറിഞ്ഞു വീഴുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. എന്റെ അപ്പുറത്തുപ്പുറത്ത് നിൽക്കുന്ന രണ്ട് ചെറുപ്പക്കാർ, വലിയ വയസ്സൊന്നുമില്ല, ചെറുപ്പക്കാരാ, കുട്ടികളെ പ്രായം കൊണ്ട് കഴിഞ്ഞിട്ട് വരുന്നേ ഉള്ളൂ. രണ്ടാളും എന്നെ തോണ്ടി. ഞാൻ നോക്കുമ്പോ ഒന്ന് മുആവിദ്, മറ്റൊന്ന് മുആദ് റളിയല്ലാഹു അൻഹുമാ. അവരെന്നെ തോണ്ടിട്ട് ചോദിച്ചു, ഈ അബൂജഹൽ എന്ന് പറഞ്ഞ ആൾ ആരാണ്? എന്നെ കണ്ടുപരിചയമുള്ള മഹാനൊന്നുമല്ലല്ലോ, ആരാന്ന് ചോദിച്ചു. അപ്പോൾ കാണിച്ചു കൊടുത്തു, അതാ ആ നിൽക്കുന്ന ആളാണ്. മഹാനവറുകൾ പറഞ്ഞു, ഈ കുട്ടികൾ എന്ത് ചെയ്യാനാണ്? പിന്നെ മഹാനവറുകൾ പറഞ്ഞു, അവര് മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, വഅന ബൈനൽ ജബലൈനിൽ അദീമൈൻ, ഞാനിപ്പോ നിൽക്കുന്നത് ഒരു സാധാ കുന്നിന്റെ ഇടയിലല്ല, വലിയ മലയുടെ ഇടയിലാന്ന് മനസ്സിലായി. നല്ല ഖുവ്വത്തോടെ ആത്മധൈര്യത്തോടെ രണ്ടുപേരും മുന്നോട്ട് നീങ്ങി. ആ മുന്നോട്ട് നീങ്ങലോടെ അബൂജഹൽ അങ്ങ് വീണു. അള്ളാഹു കൊടുക്കുന്ന ഖുവ്വത്ത് എത്ര വലുതാണ്. അതുകൊണ്ട് ഷായാ നബി അലൈഹി സ്വലാം പ്രസംഗിക്കുന്നത്, ഞാൻ ഖുവ്വത്ത് കൊടുക്കാൻ തീരുമാനിക്കുന്നത് ഫിൽ ദുഅഫാഇ, ദുർബലിലാണ്, വൽ ഗിനാ ഫിൽ ഫുഖറാഇ, സാധുക്കളിൽ ഐശ്വര്യം കൊടുക്കും, വൽ ഇൽമ ഫിൽ ജഹലത്തി, അറിവില്ലാത്തവർക്ക് ഞാൻ അറിവ് കൊടുക്കും, വൽ ഹിൽമ, സഹനം കൊടുക്കും, ഫിൽ ഉമ്മിയീന. എന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഫൈന്നി ബായിസുൻ നബിയൻ ഉമ്മിയൻ. ഷായാ നബി അലൈഹിസ്സലാം ബനു ഇസ്രായേൽകാരോട് പറയാണ്, ഞാനൊരു ഉമ്മിയായ നബി അയക്കാൻ പോകുന്നുണ്ട്. അല്ലാഹു തആല പറഞ്ഞു കൊടുക്കുന്ന സന്ദേശം, ഉമ്മിയായ നബി, ലൈസ ആജമിയൻ, ആ നബി അനർബിയല്ല, അതേ ലൈസ ബിഫദ്ലിൻ വലാ ഖലീൽ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബനു ഇസ്രായേൽ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. പരുഷ സ്വഭാവമുള്ള ആളല്ല, ഒരിക്കലും ദുസ്വഭാവമുള്ള ആളല്ല, വലാ സ്വഖാബിൻ ഫിൽ അസ്വാഖ്, അങ്ങാടികളിൽ അപശബ്ദം ഉണ്ടാക്കുന്ന നേതാവല്ല, വലാ മുതസയ്യിനിൻ ബിൽ ഫുഹ്ഷി, മോശമായ സ്വഭാവം കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ അലങ്കാരം സൃഷ്ടിക്കുന്ന ആളല്ല, അതേ പറ്റിക്കുന്നൊരു വർത്തമാനം പറയുന്ന ആളല്ല. എല്ലാ നല്ല സ്വഭാവവും ആ നബിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അജഅലു സക്കീനത ലിബാസഹു, നല്ല ശാന്തതയാണ് ആ നബിയുടെ വസ്ത്രം തന്നെ, സ്വഭാവം തന്നെ. വൽ അദ്ല സീറത്തുഹു, നീതിയാണ് അവിടുത്തെ നടപടി. വൽ ഹഖ്ഖു ശരീഅത്തുഹു, സത്യമാണ് അവിടുത്തെ നിയമങ്ങളൊക്കെ. അവിടുത്തെ നേതൃപദവി ആർക്കും പിൻപറ്റാൻ പറ്റുന്നതാണ്. വൽ ഇസ്ലാമു മില്ലത്തുഹു, ഇസ്ലാമാണ് അവിടുത്തെ മാർഗം. വഅഹ്മദു ഇസ്മുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, തൗറയിലൂടെ പരിചയപ്പെടുത്തിയ നാമമായതുകൊണ്ട് അത് അങ്ങനെ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതേ ഇഞ്ചീലിലും അതേ നാമത്തിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അഹ്ദാ ബിഹി ബഅദൽ-ളലാല, വഴികെട്ട ജനത വഴികേടിലായി നിൽക്കുമ്പോ ആ വഴികേടിന് ശേഷം അവർക്ക് ആ നബിയെ കൊണ്ട് ഞാൻ ഹിദായത്ത് നൽകും. അജ്ഞതയ്ക്ക് ശേഷം ഇൽമു നൽകും. ആ നബിയെ കൊണ്ട് പരിചയമില്ലാത്തവർക്ക് വലിയ പേരും പ്രശസ്തിയും നൽകും. ഇല്ലായ്മയിൽ ജീവിച്ചിരുന്ന ജനങ്ങൾക്ക് വലിയ വർധനവ് കൊടുക്കും. അജ്മഉ ബിഹി ബഅദൽ ഫിർഖാ, ഭിന്നിപ്പിന് ശേഷം നല്ല ഐക്യം കൊടുക്കും.